ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ബോണസ് പോയിന്റ് നേടാനുള്ള മൂന്നാമത്തെ ടാസ്ക് തലയണ മന്ത്രം. ഒരു ടീമിൽ നിന്ന് 2 പേര് പങ്കെടുക്കണം, ഒരാൾ ജഡ്ജ്. മത്സരിക്കുന്ന 2 പേര് ആക്ടിവിറ്റി ഏരിയയിൽ പഞ്ഞി വെച്ചിട്ടുണ്ടാവും. അത് പഞ്ഞി പോയിട്ട് എടുത്ത് തലയണയിൽ നിറച്ച്, തലയണ കവറിൽ നിറച്ച് വൃത്തിയായിട്ട് തുന്നുക. നിർമ്മിക്കുന്ന തലയണകളെല്ലാം ഒരേ വലുപ്പത്തിലുള്ളതാവണം, നല്ല ക്വാളിറ്റിയിൽ വേണം. അങ്ങനെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൂടുതൽ തലയണകൾ നിർമ്മിക്കുന്ന ടീമാണ് വിജയിക്കുക. അങ്ങനെ ടണൽ ടീമിൽ നിന്ന് മത്സരിക്കുന്നത് അപ്സരയും സിജോയുമാണ്. ജഡ്ജായിട്ട് പോകുന്നത് സായി. നെക്സ്റ്റ് നിന്ന് മത്സരിക്കുന്നത് ജാസ്മിനും അർജുനും, ജഡ്ജ് അഭിഷേക്. ഡെന്നിന്ന് മത്സരിക്കുന്നത് റസ്മിനും നന്ദനയും, ജഡ്ജ് ജിൻഡോ. അതേപോലെ പീപ്പിൾസ് റൂമിൽ നിന്ന് മത്സരിക്കുന്നത് അൻസിബയും നോറയും, ജഡ്ജായിട്ട് പോകുന്നത് ശ്രീതു. അങ്ങനെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും പഞ്ഞി കളക്ട് ചെയ്ത് തലയണയിൽ നിറച്ച് തുന്നുന്നുണ്ട്. അതിൽ അപ്സരയും സിജോയാണ് വേഗത്തിൽ കൂടുതൽ തലയണകൾ നിർമ്മിക്കുന്നത്. അങ്ങനെ അപ്സരയും സിജോയും 9 തലയണകൾ തയ്ച്ചു. അതേപോലെ ജാസ്മിനും അർജുനും 5 എണ്ണം, നോറയും അൻസിബയും 3 എണ്ണം, അതേപോലെ തന്നെ റസ്മിനും നന്ദനയും 3 എണ്ണം. ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നിട്ടാണ് തലയണ തയ്ക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു, സമയം കഴിഞ്ഞു, നിങ്ങൾ നിർമ്മിച്ച തലയണയായിട്ട് ഗാർഡൻ ഏരിയയിൽ വരിക എന്നുള്ളത്. അവിടെ ഓരോരുത്തർക്കും ഓരോ ഡെസ്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ നിർമ്മിച്ചിട്ടുള്ള തലയണ വെക്കുക. അങ്ങനെ ഓരോരുത്തരും ഗാർഡൻ ഏരിയയിൽ വന്ന് അവരവരുടെ പൊസിഷനിൽ നിൽക്കുകയാണ്. ഇതിൽ ആരുടെ തലയണ ആരാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ടണൽ ടീമിൻ്റെ തലയണ പരിശോധിക്കാൻ വരുന്നത് ജിൻഡോയാണ്. ജിൻഡോ ആദ്യം വന്നിട്ട് ഒരു തലയണ എടുത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞു, ഇത് മൊത്തം റിജക്റ്റ് ചെയ്തിരിക്കുന്നു, കാരണം ഇതിൽ ആവശ്യത്തിന് പഞ്ഞി നിറച്ചിട്ടില്ല. ഈ തലയണയിൽ തല വെച്ച് കഴിഞ്ഞാൽ തല തറയിൽ മുട്ടും, അതുകൊണ്ട് ഇത് ശരിയല്ല. ഇതിങ്ങനെ നേരെ പിടിക്കുമ്പോഴത്തേക്കിനും പഞ്ഞിയൊക്കെ താഴത്തേക്ക് വരുന്നുണ്ട്, ഇതെല്ലാം ഒരേപോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീസൺസ് പറഞ്ഞിട്ട് എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ്. ഇവർ തമ്മിൽ, അപ്സരയും സിജോയും ജിൻഡോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാക്ക് തീർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അപ്സര പറയുന്നുണ്ട്, ചേട്ടാ ഇതിൽ കുത്തി നിറയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം ഒരേപോലെ ഇരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ തയ്യൽ നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോ അമ്പിനും വിലിനും എടുക്കുന്നില്ല. ഈ ഒന്നും നോക്കണ്ട, ഇതൊക്കെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജിൻഡോ പോയി. അടുത്തത് പീപ്പിൾസ് റൂമിൻ്റെ നോക്കാൻ വരുന്നത് സായിയാണ്. അപ്പോൾ അവരുടെ ഒരു തലയണ ഭയങ്കര വലിപ്പമുള്ളതായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, ശരിയാണിത് നോക്കുമ്പോൾ ഒരെണ്ണം വലിപ്പം കൂടുതലാണ്, അങ്ങനെ ഒരെണ്ണം മാറ്റി വെച്ചു. ബാക്കി ഒരെണ്ണത്തിൻ്റെ സ്റ്റിച്ചിങ് ശരിയല്ലായിരുന്നു, അങ്ങനെ 2 തലയണ മാറ്റി വെച്ചു. ഒരെണ്ണം അവർക്ക് ശരിയായി തയ്ച്ചതുകൊണ്ട് ഒരെണ്ണം അവർക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് റസ്മിൻ്റെയും നന്ദനേൻ്റെയും, അതായത് ഡെൻ റൂമിൻ്റെ, നമ്മുടെ ജിൻഡോൻ്റെ ടീമിൻ്റെ തലയണ ചെക്ക് ചെയ്യാൻ വരുന്നത് അഭിഷേകാണ്. അപ്പോൾ അഭിഷേക് വന്നപ്പോൾ ഒരു തലയണ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അത് ആദ്യം റിജക്റ്റ് ചെയ്തു. ബാക്കി 2 തലയണേൻ്റെയും സ്റ്റിച്ചിങ്ങും ശരിയല്ല, രണ്ടും 2 സൈസായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു പോയിന്റും കിട്ടിയിട്ടില്ല, 3 റിജക്റ്റ് ചെയ്തു. ലാസ്റ്റ് അർജുനും ജാസ്മിനും തയ്ച്ച തലയണ നെക്സ്റ്റ് ടീം, അത് നോക്കാൻ വരുന്നത് ശ്രീതു ആണ്. ശ്രീതു അവരുടെ സ്റ്റിച്ചിങ് ശരിയല്ല, തലയണ എല്ലാം ഒരേപോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് അവസാനം ഒരെണ്ണം അവർക്ക് ശരിയായി തയ്ച്ചു എന്ന് പറഞ്ഞ് ഒരു തലയണ അവർക്ക് കൊടുത്തു. അങ്ങനെ ഇതിൽ ടണലിനും ഡെന്നിനും 0, നെസ്റ്റിനും പീപ്പിൾസ് റൂമിനും ഫസ്റ്റ്. അവർക്ക് ഓരോരോ തലയണ വീതം അപ്രൂവ് ചെയ്ത് കൊടുത്തത് കൊണ്ട് അവരാണ് ഇന്നത്തെ ടാസ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ബാക്കി 2 ടീമിനും ഇന്നത്തെ ടാസ്കിൽ പോയിന്റ്സ് ഒന്നുമില്ല. അങ്ങനെ ഇതുവരെ നടന്ന ടാസ്കിൽ ഇപ്പം നെസ്റ്റാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്.